22/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് കർമാതീതം ആയി പോകേണ്ടതുണ്ട്. അതിനാൽ ഉള്ളിൽ യാതൊരു ഫ്ലോയും ഉണ്ടായിരിക്കാൻ പാടില്ല. തൻ്റെ പരിശോധന നടത്തി കുറവുകൾ മാറ്റിക്കൊണ്ടിരിക്കൂ. ചോദ്യം: ഏത് അവസ്ഥ ഉറപ്പിക്കുന്നതിൽ പ്രയത്നമുണ്ടാകുന്നു? അതിനുള്ള പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു വസ്തുവും മുന്നിൽ വരരുത്. കണ്ടും കാണാതിരിക്കൂ. ദേഹത്തിലിരിക്കവേ ദേഹി അഭിമാനിയായിരിക്കൂ. ഈ അവസ്ഥ ഉറപ്പിക്കുന്നതിൽ സമയമെടുക്കുന്നു. ബുദ്ധിയിൽ ബാബയും വീടുമല്ലാതെ ഒരു വസ്തുവും ഓർമ്മ വരരുത്. ഇതിനു വേണ്ടി അന്തർമുഖിയായി തൻ്റെ പരിശോധന നടത്തണം. തൻ്റെ ചാർട്ട് വയ്ക്കണം. ഓം ശാന്തി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ ആത്മീയ കുട്ടികൾ ഇതറിയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ദൈവിക രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ രാജാക്കന്മാരുമുണ്ട്, പ്രജയുമുണ്ട്. പുരുഷാർത്ഥം എല്ലാവരും ചെയ്യുന്നു. ആര് കൂടുതൽ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അവർ കൂടുതൽ പ്രൈസ് നേടുന്നു. ഇത് ഒരു കോമൺ നിയമമാണ്. ഇതേതെങ്കിലും പുതിയ കാര്യമല്ല. ഇതിനെ ദൈവിക പൂന്തോട്ടം എന്ന് പറയാം, രാജധാനി എന്ന് പറയാം. ഇപ്പോൾ ഇത് കലിയുഗി പൂന്തോട്ടമാണ്, അഥവാ മുള്ളുകളുടെ കാടാണ്. അതിലും ചിലത് വളരെയധികം ഫലം നൽകുന്ന വൃക്ഷങ്ങളാണ്, ചിലത് കുറച്ച് ഫലം നൽകുന്നവയാണ്. ചിലത് രസം കുറഞ്ഞ, സ്വാദ് കുറഞ്ഞ മാമ്പഴമായിരിക്കും. ചിലത് മറ്റൊരിനമായിരിക്കും. പുഷ്പങ്ങളുടെയും ഫലങ്ങളുടെയും ഇങ്ങനെയുള്ള ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. അതേപോലെ തന്നെ കുട്ടികളായ നിങ്ങളിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ്. ചിലർ വളരെ നല്ല ഫലം നൽകുന്നു, ചിലർ ലഘുവായ ഫലം നൽകുന്നു. ഭിന്ന ഭിന്ന വൃക്ഷങ്ങളുണ്ട്. ഇത് ഫലം നൽകുന്ന പൂന്തോട്ടമാണ്. ഈ ദൈവിക വൃക്ഷത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു, അഥവാ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ പതുക്കെ പതുക്കെ മധുരവും സുഗന്ധമുള്ളതുമായിക്കൊണ്ടിരിക്കുന്നു. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് എല്ലാവരും വെറൈറ്റി ആണല്ലോ. ബാബയുടെ അടുത്തും വരുന്നു, ബാബയുടെ മുഖം കാണുന്നതിനായി. ബാബ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു എന്നത് തീർച്ചയായും മനസ്സിലാക്കുന്നു. കുട്ടികൾക്ക് ഈ നിശ്ചയം തീർച്ചയായും ഉണ്ട്. പരിധിയില്ലാത്ത ബാബ നമ്മളെ പരിധിയില്ലാത്ത അധികാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അധികാരിയാകുന്നതിൽ സന്തോഷവും വളരെയധികം ഉണ്ടാകുന്നു. പരിധിയുള്ള അധികാരത്തിൽ ദുഃഖമാണ്. ഈ കളി തന്നെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെതുമായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതും ഭാരതവാസികളെ സംബന്ധിച്ചു തന്നെയാണ്. കുട്ടികളോട് ബാബ പറഞ്ഞു, ആദ്യം തൻ്റെ വീടിനെ സംരക്ഷിക്കൂ. വീട്ടിൽ യജമാനൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ബാബയും ഓരോരോ കുട്ടിയെയും ഇരുന്ന് നോക്കുന്നു. ഇവരിൽ ഏതെല്ലാം ഗുണങ്ങളുണ്ട്, ഏതെല്ലാം അവഗുണങ്ങളുണ്ട്. കുട്ടികൾ സ്വയവും അറിയുന്നു. കുട്ടികളെ, നിങ്ങൾ ഏവരും തൻ്റെ കുറവുകൾ സ്വയം എഴുതിക്കൊണ്ട് വരൂ എന്ന് ബാബ അഥവാ പറയുകയാണെങ്കിൽ ഉടൻ എഴുതാൻ സാധിക്കും. നമ്മൾ നമ്മളിൽ എന്തെല്ലാം കുറവുകൾ ഉള്ളതായി മനസ്സിലാക്കുന്നു. ഏതെങ്കിലുമൊക്കെ കുറവ് തീർച്ചയായും ഉണ്ട്. ആരും സമ്പൂർണമായിട്ടില്ല. പിന്നെ തീർച്ചയായും ആകേണ്ടതുണ്ട്. കൽപ്പകൽപ്പങ്ങളിൽ ആയിട്ടുണ്ട്. ഇതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഈ സമയത്ത് കുറവുകളുണ്ട്. അത് പറയുന്നതിലൂടെ ബാബ അതിനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കിക്കും. ഈ സമയത്താണെങ്കിൽ ധാരാളം കുറവുകളുണ്ട്. മുഖ്യമായും എല്ലാ കുറവുകളും ഉണ്ടാകുന്നത് തന്നെ ദേഹാഭിമാനം കാരണമാണ്. അത് പിന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. അതിനാൽ ഇപ്പോൾ പൂർണ്ണ രീതിയിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഈ ശരീരവും ഇപ്പോൾ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. ദൈവിക ഗുണങ്ങളും ഇവിടെ തന്നെ ധാരണ ചെയ്ത് പോകണം. കർമാതീത അവസ്ഥയിൽ പോകുന്നതിൻ്റെ അർത്ഥവും ബാബ മനസ്സിലാക്കിച്ചു തരികയാണ്.
കർമാതീതമായി പോകണമെങ്കിൽ ഒരു ഫ്ലോയും ഉണ്ടായിരിക്കരുത്. കാരണം നിങ്ങൾ വജ്രം ആകുന്നുവല്ലോ. നമ്മളിൽ എന്തെല്ലാം ഫ്ലോയുണ്ട്? ഇത് ഓരോരുത്തരും അറിയുന്നുണ്ട്. കാരണം നിങ്ങൾ ചൈതന്യമാണ്. ജഡവജ്രത്തിൽ ഫ്ലോ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളാണെങ്കിൽ ചൈതന്യമാണ്. നിങ്ങൾക്ക് ഈ ഫ്ലോ നീക്കം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൗടിയിൽ നിന്നും വജ്രതുല്യമാകുന്നു. നിങ്ങൾ സ്വയം തന്നെ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. സർജൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് പ്രതിബന്ധം ഉണ്ടാക്കുന്നതും മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്തതുമായ ഏത് ഫ്ലോയാണുള്ളത്? ഫ്ലോലെസ്, കുറ്റമറ്റത് അവസാനം ആകേണ്ടതുണ്ട്. അതെല്ലാം ഇപ്പോൾ നീക്കം ചെയ്യണം. അഥവാ ഫ്ലോ നീക്കം ചെയ്യുകയില്ലെങ്കിൽ വജ്രത്തിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നു. ഇത് വളരെ ഉറച്ച രത്നവ്യാപാരിയാണല്ലോ. മുഴുവൻ ആയുസ്സും വജ്രങ്ങൾ തന്നെയാണ് ഈ കണ്ണുകൾ കൊണ്ട് കണ്ടത്. വജ്രങ്ങളെ തിരിച്ചറിയുന്നതിൻ്റെ ഇത്രയും താല്പര്യമുള്ള മറ്റൊരു രത്നവ്യാപാരിയെ ഉണ്ടായിരിക്കില്ല. നിങ്ങളും വജ്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ഫ്ലോ തീർച്ചയായും ഉണ്ട് എന്നത് അറിയുന്നുണ്ട്. സമ്പൂർണം ആയിട്ടില്ല. ചൈതന്യമായത് കാരണം നിങ്ങൾക്ക് പുരുഷാർത്ഥത്തിലൂടെ ഫ്ലോ നീക്കം ചെയ്യാൻ സാധിക്കുന്നു. വജ്രതുല്യം തീർച്ചയായും ആകേണ്ടതുണ്ട്. അതാകുന്നത് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുമ്പോഴാണ്. ബാബ പറയുന്നു, ശരീരം വെടിയുന്ന സമയത്ത് അന്തിമത്തിൽ ആരുടെയും ഓർമ്മ വരാത്ത വിധം നിങ്ങളുടെ അവസ്ഥ ഉറച്ചതായിരിക്കണം. ഇത് ക്ലിയറാണ്. മിത്രസംബന്ധികൾ തുടങ്ങി എല്ലാവരെയും മറക്കേണ്ടതുണ്ട്. സംബന്ധം വയ്ക്കേണ്ടത് തന്നെ ഒരു ബാബയുമായാണ്. ഇപ്പോൾ നിങ്ങൾ വജ്രമായിക്കൊണ്ടിരിക്കുന്നു. ഇത് വജ്രങ്ങളുടെ കടയാണ്. നിങ്ങൾ ഓരോരുത്തരും വജ്ര വ്യാപാരിയാണ്. ഈ കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു പുരുഷാർത്ഥം അനുസരിച്ച്. ആർക്ക് ഉയർന്ന പദവി ലഭിച്ചുവോ അവർ തീർച്ചയായും പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിൽ നിന്നുമുള്ളവർ തന്നെയാണല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് ഇത്രയും പുരുഷാർത്ഥം ചെയ്യേണ്ടത്. അതിനാൽ ബാബ ഓരോരോ കുട്ടിയെയും നോക്കിക്കൊണ്ടിരിക്കുന്നു, പുഷ്പങ്ങളെ നോക്കുന്നത് പോലെ. ഇത് എങ്ങനെയുള്ള സുഗന്ധ പുഷ്പമാണ്? ഇത് എങ്ങനെയാണ്? ഇതിൽ ബാക്കി എന്ത് ഫ്ലോയാണുള്ളത്? കാരണം നിങ്ങൾ ചൈതന്യമാണ്. ചൈതന്യ വജ്രത്തിന് അറിയാൻ സാധിക്കുമല്ലോ. ബാബയിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി എവിടേക്കോ അലയിക്കുന്ന ഏതെല്ലാം കുറവുകളാണ് നമ്മളിൽ ഉള്ളതെന്ന് ബാബ പറയുന്നു. കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. രണ്ടാമതാരും ഓർമ്മ വരരുത്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ ഒരു ബാബയെ ഓർമ്മിക്കണം. ഇവരുടെ ഭട്ടി ഉണ്ടാകണമായിരുന്നു. അവർ തയ്യാറായി സർവീസിനു വേണ്ടി ഇറങ്ങി. പഴയവർ ആരെല്ലാം ഉണ്ടോ അവർ നന്നായി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അല്പം പുതിയവരും ആഡായിക്കൊണ്ടിരിക്കുന്നു. പഴയവരുടെ ഭട്ടി ഉണ്ടാകണമായിരുന്നു. പഴയവരായിരുന്നാലും കുറവുകൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും തൻ്റെ മനസ്സിലാക്കുന്നുണ്ട്. ബാബ ഏതൊരു അവസ്ഥ ഉണ്ടാക്കുന്നതിനായി പറയുന്നുവോ അത് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എയിം ഓബ്ജക്റ്റ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഏറ്റവും കൂടുതൽ മാലിന്യമാണ് ദേഹാഭിമാനത്തിൻ്റെ. അപ്പോൾ തന്നെയാണ് ദേഹത്തിൻ്റെ നേർക്ക് ബുദ്ധി പോകുന്നത്. ദേഹത്തിലായിരിക്കുമ്പോഴും ദേഹി അഭിമാനിയാകണം. ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന വസ്തു ഒന്നും തന്നെ മുന്നിൽ വരരുത്. ഇങ്ങനെയുള്ള അവസ്ഥ ഉറപ്പിക്കണം. നമ്മുടെ ബുദ്ധിയിൽ ഒരു ബാബയുടെയും ശാന്തിധാമത്തിൻ്റെയും അല്ലാതെ മറ്റൊരു വസ്തുവിൻ്റെയും ഓർമ്മ വരരുത്. യാതൊന്നും കൂടെ കൊണ്ടുപോകേണ്ടതില്ല. ആദ്യം നമ്മൾ പുതിയ സംബന്ധത്തിൽ വന്നു. ഇപ്പോൾ പഴയ സംബന്ധമാണ്. പഴയ സംബന്ധത്തിൻ്റെ അല്പം പോലും ഓർമ്മ വരരുത്. അന്തിമകാലത്തിൽ ആര് സ്ത്രീയെ സ്മരിച്ചുവോ എന്നതിനെക്കുറിച്ച് പാടപ്പെട്ടിട്ടുമുണ്ട്. ഇത് ഇപ്പോഴത്തെ കാര്യമാണ്. ഗീതം കലിയുഗി മനുഷ്യർ ഉണ്ടാക്കിയതാണ്. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല. മുഖ്യമായ കാര്യം തന്നെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്.
ഒരു ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം ഇല്ലാതാകുന്നത്, പവിത്രമായ വജ്രമാവുകയും ചെയ്യും. ചില കല്ലുകൾ വളരെ വാല്യുബിളാണ്. മാണിക്യവും വാല്യുബിളാണ്. ബാബ കുട്ടികളുടെ വാല്യൂ തൻ്റേതിനേക്കാളും ഉയർന്നതാക്കിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പരിശോധന നടത്തേണ്ടതുണ്ട്. ബാബ പറയുന്നു, അന്തർമുഖരായി സ്വയം തന്നിൽ നോക്കൂ. നമ്മളിൽ എന്തു കുറവാണുള്ളത്? എത്രത്തോളം ദേഹ അഭിമാനമുണ്ട്? ബാബ പുരുഷാർത്ഥത്തിന് വേണ്ടി ഭിന്ന ഭിന്ന യുക്തികൾ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. എത്ര സാധിക്കുമോ ഒന്നിൻ്റെ ഓർമ്മ ഉണ്ടായിരിക്കണം. എത്ര പ്രിയപ്പെട്ടതായാലും, വളരെ ലവ്ലിയായ സുന്ദരമായ കുട്ടികളായാലും ആരുടെയും ഓർമ്മ വരരുത്. ഇവിടെയുള്ള ഒരു വസ്തുവും ഓർമ്മ വരരുത്. ചില കുട്ടികളിൽ വളരെയധികം മോഹമുണ്ട്. ബാബ പറയുന്നു, അവരിൽ നിന്നെല്ലാം മമത്വം മാറ്റി ഒന്നിനെ ഓർമ്മിക്കൂ. ലവ്ലിയായ ഒരു ബാബയോട് തന്നെ യോഗം വയ്ക്കണം. ആ ഒന്നിൽ നിന്നാണ് സർവ്വതും ലഭിക്കുന്നത്. യോഗത്തിലൂടെ തന്നെയാണ് നിങ്ങൾ ലവ്ലി ആകുന്നത്. ആത്മാവാണ് ലവ്ലി ആകുന്നത്. ബാബ ലവ്ലിയും പ്യോറും ആണല്ലോ. ആത്മാവിനെ ലവ്ലിയും പ്യോറും ആക്കുന്നതിനായി ബാബ പറയുന്നു, കുട്ടികളെ എത്രത്തോളം എന്നെ ഓർമ്മിക്കുമോ നിങ്ങൾ അളവറ്റ രീതിയിൽ ലവ്ലിയാകും. നിങ്ങൾ ഇത്രയും ലവ്ലിയാകുന്നു. അത് കാരണം ദേവീ ദേവന്മാരായ നിങ്ങളുടെ പൂജ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം ലവ്ലി ആകുന്നുവല്ലോ. പകുതി കൽപ്പം നിങ്ങൾ രാജ്യം ഭരിക്കുന്നു, പിന്നെ പകുതി കൽപ്പം നിങ്ങൾ തന്നെയാണ് പൂജിക്കപ്പെടുന്നത്. നിങ്ങൾ സ്വയം തന്നെ പൂജാരിയായി സ്വന്തം ചിത്രങ്ങളെ പൂജിക്കുന്നു. നിങ്ങളാണ് ഏറ്റവും ലവ്ലി ആകുന്നവർ. എന്നാൽ എപ്പോഴാണോ ലവ്ലിയായ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുന്നത്, അപ്പോൾ തന്നെയാണ് ലവ്ലി ആകുന്നത്. ഒരു ബാബയെ അല്ലാതെ മറ്റാരുടെയും ഓർമ്മ വരരുത്. തൻ്റെ പരിശോധന നടത്തൂ. ബാബയെ വളരെയധികം സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുണ്ടോ? ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തിൻ്റെ കണ്ണുനീർ വരണം. ബാബ, എനിക്ക് അങ്ങല്ലാതെ രണ്ടാമതാരുമില്ല. മറ്റാരുടെയും ഓർമ്മ വരരുത്. മായയുടെ കൊടുങ്കാറ്റ് വരരുത്. കൊടുങ്കാറ്റ് വളരെയധികം വരുന്നുവല്ലോ. തൻ്റെ മേൽ വളരെയധികം പരിശോധന നടത്തണം. നമ്മുടെ സ്നേഹം ബാബയിലേക്കല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നില്ലല്ലോ. എത്ര തന്നെ പ്രിയപ്പെട്ട വസ്തുവും ആയിക്കൊള്ളട്ടെ, എന്നിരുന്നാലും ഒരു ബാബയുടെ മാത്രം ഓർമ്മ വരണം. നിങ്ങളെല്ലാം ഒരു പ്രിയതമൻ്റെ പ്രിയതമ ആകുന്നു. പ്രിയതമനും പ്രിയതമയും ഒരു തവണ അന്യോന്യം കണ്ടു കഴിഞ്ഞു. വിവാഹം പോലും ചെയ്യുന്നില്ല. കഴിയുന്നതും പ്രത്യേകമായിരിക്കും. എന്നാൽ അന്യോന്യം ഓർമ്മ ബുദ്ധിയിലുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മളെല്ലാം ഒരു പ്രിയതമൻ്റെ പ്രിയതമമാരാണ്. ആ പ്രിയതമനെ നിങ്ങൾ ഭക്തിമാർഗത്തിലും വളരെയധികം ഓർമ്മിച്ചിരുന്നു. ആ ഒന്ന് മുന്നിലുണ്ടെന്നിരിക്കെ ഇവിടെയും നിങ്ങൾക്ക് വളരെയധികം ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ തോണി അക്കരെ എത്തും. ഇതിൽ സംശയത്തിൻ്റെ ഒരു കാര്യവുമില്ല. ഭഗവാനുമായി കണ്ടുമുട്ടുന്നതിനായി എല്ലാവരും ഭക്തി ചെയ്യുന്നു. ഇവിടെ ചില കുട്ടികൾ വളരെ തീവ്ര പ്രയത്നത്തോടെ സർവീസ് ചെയ്യുന്നു. സർവീസിന് വേണ്ടി പൂർണ്ണമായും പിടയുന്നു. വളരെയധികം പ്രയത്നിക്കുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. വലിയ വ്യക്തികൾക്ക് ഇത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോകുന്നില്ല. ചിലർ മനസ്സിലാക്കിയ ശേഷം യോഗ്യരാകുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ വരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇവർ യോഗ്യരാണോ അതോ അല്ലയോ എന്ന്. അവർക്ക് ദൃഷ്ടി കുട്ടികളായ നിങ്ങളിലൂടെ ലഭിക്കുന്നു. അലങ്കരിക്കുന്നവർ കുട്ടികളായ നിങ്ങളാണ്. ആരെല്ലാം ഇവിടെ വന്നുവോ അവരെല്ലാവരെയും കുട്ടികളായ നിങ്ങൾ അലങ്കരിച്ചു. ബാബ നിങ്ങളെ അലങ്കരിച്ചു. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ അലങ്കരിച്ച് കൊണ്ടുവരുന്നു. ബാബ കൃതജ്ഞത പറയുന്നു. ഏതുപോലെ അലങ്കരിച്ചുവോ അതേപോലെ മറ്റുള്ളവരെയും അലങ്കരിക്കുന്നു. വിശേഷാൽ തന്നേക്കാളും മറ്റുള്ളവരെ നന്നായി അലങ്കരിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും അവരവരുടേതായ ഭാഗ്യം ഉണ്ടല്ലോ. മനസ്സിലാക്കുന്ന ചിലർ മനസ്സിലാക്കിക്കുന്നവരെക്കാളും തീവ്രതയുള്ളവരാകുന്നു.
ഇവരേക്കാൾ നന്നായി മനസ്സിലാക്കിക്കാൻ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ ലഹരി കയറുമ്പോൾ അവർ പിന്നെ ഇറങ്ങുന്നു. ബാപ് ദാദ രണ്ടുപേരുടെയും ഹൃദയത്തിൽ കയറുന്നു. ധാരാളം പുതിയവരുണ്ട്. അവർ പഴയവരെക്കാളും തീവ്രമാണ്. മുള്ളുകളിൽ നിന്നും നല്ല പുഷ്പമായി മാറിയിരിക്കുന്നു. അതിനാൽ ബാബ ഓരോരുത്തരെയും ഇരുന്ന് നോക്കുന്നു. ഇവരിൽ എന്തെല്ലാം കുറവുകളുണ്ട്? ഈ കുറവ് ഇവരിൽ നിന്നും മാറുകയാണെങ്കിൽ വളരെ നല്ല സർവീസ് ചെയ്തേനെ. പൂന്തോട്ടക്കാരനാണല്ലോ, പിന്നിലും പോയി നോക്കട്ടെ എന്ന് ആഗ്രഹമുണ്ടാകുന്നു. കാരണം പിന്നിലും പോയി ഇരിക്കുന്നു. നല്ല നല്ല മഹാരഥികൾ ഫ്രണ്ടിൽ ഇരിക്കേണ്ടതാണ്. ഇതിൽ ആർക്കും അസ്വസ്ഥത വരേണ്ട കാര്യമേ ഇല്ല. അഥവാ അസ്വസ്ഥത വരികയാണെങ്കിൽ, പിണങ്ങുകയാണെങ്കിൽ സ്വന്തം ഭാഗ്യത്തോട് പിണങ്ങുകയാണ്. മുന്നിൽ പുഷ്പങ്ങളെ കണ്ട് അളവറ്റ സന്തോഷമുണ്ടാകുന്നു. ഇവർ വളരെ നല്ലതാണ്. ഇവരിൽ അല്പം ഡിഫക്റ്റ് ഉണ്ട്. ഇവർ വളരെ നല്ല സ്വച്ഛമായതാണ്. ഇയാളുടെ ഉള്ളിൽ ചില തുരുമ്പ് കുമിഞ്ഞുകൂടിയിരിക്കുന്നു. അപ്പോൾ ആ മുഴുവൻ ചപ്പ് ചവറും നീക്കം ചെയ്യണം. ബാബയെ പോലെ ആരും തന്നെ സ്നേഹിക്കുന്നില്ല. സ്ത്രീക്കും പതിയോട് സ്നേഹമുണ്ടായിരിക്കുമല്ലോ. പതിക്ക് ഇത്രയും ഉണ്ടായിരിക്കില്ല. അയാൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ത്രീയെ സ്വീകരിക്കുന്നു. സ്ത്രീക്കാണെങ്കിൽ പതി പോയാൽ കഴിഞ്ഞു, കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുന്നു. പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ചെരുപ്പ് പോയാൽ മറ്റൊന്ന് സ്വീകരിക്കും. ശരീരത്തെ ചെരുപ്പ് എന്ന് പറയുന്നു. ശിവബാബയുടെയും ലോങ് ബോട്ടാണല്ലോ. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ബാബയെ ഓർമ്മിക്കും, ഫസ്റ്റ് ക്ലാസ് ആകും. ചിലർ ഫാഷനബിൾ ആണെങ്കിൽ 4 5 ചെരുപ്പുകളും വയ്ക്കുന്നു. അല്ലാത്ത പക്ഷം ആത്മാവിൻ്റെ ചെരുപ്പ് ഒന്നാണ്. പാദങ്ങളുടെ ചെരുപ്പും ഒന്നായിരിക്കേണ്ടതാണ്. എന്നാൽ ഇതൊരു ഫാഷൻ ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ബാബയിൽ നിന്നും നമ്മൾ എന്ത് സമ്പത്താണ് നേടുന്നത്. നമ്മൾ ആ പാരഡൈസിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. ഹെവനെ പറയുന്നത് തന്നെ വണ്ടർ ഓഫ് വേൾഡ് എന്നാണ്. തീർച്ചയായും ഹെവൻലി ഗോഡ് ഫാദർ തന്നെയാണ് ഹെവൻ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൽ ശ്രീമത്ത് അനുസരിച്ച് തനിക്ക് വേണ്ടി സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ എത്ര വലിയ വലിയ കൊട്ടാരം നിർമ്മിക്കുന്നു. ഇവയെല്ലാം ഇല്ലാതായി പോകും. നിങ്ങൾ അവിടെ എന്തു ചെയ്യും? മനസ്സിൽ വരണം, ഇവിടെ നമ്മുടെ അടുക്കൽ യാതൊന്നുമില്ല. അതേപോലെ തന്നെ പുറത്ത് വീട്ടിൽ കുടുംബത്തിൽ കഴിയുന്നുവെങ്കിലും ഇതും മനസ്സിലാക്കുന്നു, എല്ലാം ബാബയുടേതാണ്. നമ്മുടെ പക്കൽ ഒന്നുമില്ല. നമ്മൾ ട്രസ്റ്റിയാണ്. ട്രസ്റ്റി ഒന്നും വയ്ക്കുന്നില്ല. ബാബ തന്നെയാണ് യജമാനൻ. ഇതെല്ലാം ബാബയുടേതാണ്. വീട്ടിൽ കഴിയുമ്പോഴും ഇങ്ങനെ മനസ്സിലാക്കൂ. ധനികരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ വരിക സാധ്യമല്ല. ബാബ പറയുന്നു, ട്രസ്റ്റിയായി കഴിയൂ. എന്തു ചെയ്താലും ബാബയ്ക്ക് സൂചന നൽകിക്കൊണ്ടിരിക്കൂ. ഇങ്ങനെ എഴുതുന്നു, ബാബ കെട്ടിടം നിർമ്മിക്കട്ടെ. ബാബ പറയും, നിർമ്മിച്ചുകൊള്ളൂ, ട്രസ്റ്റിയായി കഴിയൂ. ബാബ ഇരിക്കുകയാണല്ലോ. ബാബ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ വീട്ടിൽ പോകും. പിന്നെ നിങ്ങൾ തൻ്റെ രാജധാനിയിൽ പോകും. എനിക്ക് പിന്നെ കൽപ്പകൽപ്പങ്ങളിൽ പാവനമാക്കുവാൻ വരിക തന്നെ വേണം. തൻ്റേതായ സമയത്ത് വരുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: എല്ലാവരിൽ നിന്നും മമത്വം മാറ്റി ഒരു ലവ്ലിയായ ബാബയെ ഓർമ്മിക്കണം. അന്തർമുഖരായി തൻ്റെ കുറവുകളെ പരിശോധിച്ച് നീക്കം ചെയ്യണം. വാല്യുബിൾ വജ്രമാകണം. ഏതുപോലെ ബാബ കുട്ടികളായ നമ്മളെ അലങ്കരിച്ചുവോ അതേപോലെ സർവരെയും അലങ്കരിക്കണം. മുള്ളുകളെ പുഷ്പമാക്കുന്നതിൻ്റെ സേവനത്തിൽ മുഴുകണം. ട്രസ്റ്റിയായി കഴിയണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ ഏകവ്രതയുടെ പാഠത്തിലൂടെ ആത്മീയ റോയൽറ്റിയിലിരിക്കുന്ന സമ്പൂർണ്ണ പവിത്രമായി ഭവിക്കട്ടെ. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ഏകവ്രതയുടെ പാഠം ഉറപ്പിച്ച് പ്യൂരിറ്റിയുടെ റോയൽറ്റി ധാരണ ചെയ്യൂ.
അപ്പോൾ മുഴുവൻ കൽപ്പത്തിലും ഈ ആത്മീയ റോയൽറ്റി തുടർന്നുകൊണ്ടേയിരിക്കും. താങ്കളുടെ ആത്മീയ റോയൽറ്റിയുടെയും പ്യൂരിറ്റിയുടെയും തിളക്കം പരംധാമത്തിൽ സർവ ആത്മാക്കളിലും വച്ച് ശ്രേഷ്ഠമാണ്. ആദ്യകാലത്തെ ദേവതാ സ്വരൂപത്തിലും ഈ പേഴ്സണാലിറ്റി വിശേഷിച്ച് ഉണ്ടായിരുന്നു. പിന്നെ മധ്യകാലത്തിലും താങ്കളുടെ ചിത്രങ്ങളുടെ വിധിപൂർവ പൂജയുണ്ടാകുന്നു. ഈ സംഗമയുഗത്തിൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം പ്യൂരിറ്റിയുടെ റോയൽറ്റിയാണ്. അതിനാൽ എപ്പോൾ വരെ ബ്രാഹ്മണ ജീവിതത്തിൽ ജീവിക്കേണ്ടതുണ്ടോ അതുവരെയും സമ്പൂർണ്ണ പവിത്രമായി ഇരിക്കുക തന്നെ വേണം. സ്ലോഗൻ: താങ്കൾ സഹനശീലതയുടെ ദേവനും ദേവിയുമാകൂ. അപ്പോൾ അധിക്ഷേപിക്കുന്നവരും ആശ്ലേഷിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ദേഹത്തിൽ നിന്നും വേറിട്ട ചൈതന്യ ശക്തിയായി സ്വരാജ്യ അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശക്തി സ്വരൂപ ആത്മാവാണ് ഞാൻ. കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. എന്നിൽ നിന്നും ശക്തികളുടെ തരംഗങ്ങൾ നാല് ഭാഗത്തും പ്രവഹിക്കുന്നു. പരമധാമത്തിലെ മഹാജ്യോതിയായ സർവശക്തിവാനെ എൻ്റെ ബുദ്ധിയിൽ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ സ്വരൂപം മാസ്റ്റർ സർവശക്തിവാൻ്റേതാകുന്നു. എനിക്ക് ചുറ്റും ഈശ്വരീയ ശക്തിയുടെ ഒരു പ്രകാശവലയം ഞാൻ സൃഷ്ടിക്കുന്നു. ഈ ശക്തിശാലി പ്രകാശവലയത്തിനുള്ളിൽ ഞാൻ സുരക്ഷിതമാണ്. മാസ്റ്റർ സർവശക്തിവാന്റെ ശക്തിശാലി സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഈശ്വരീയ ശക്തികൾ മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിക്കുകയാണ്.
ഈശ്വരീയ ശക്തികളുടെ അനന്ത കിരണങ്ങൾ വിശ്വമാകെ വ്യാപിച്ച് വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഈശ്വരീയ സുരക്ഷയുടെ, ഈശ്വരീയ സംരക്ഷണത്തിൻ്റെ ഛത്രഛായ തീർക്കുന്നു. ആ ആത്മാക്കളും ഈശ്വരീയ ശക്തിയുടെ സുരക്ഷയിൽ സ്ഥിതി ചെയ്യട്ടെ.